കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. ബിസ്മില്ല, അൽഹംദുലില്ലാ. അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മൾ ചില തെറ്റുകളൊക്കെ ചെയ്തു പോവാറുണ്ട് അല്ലേ? ആ സമയത്തൊക്കെ അള്ളാഹു നമ്മളെ അപ്പോൾ ശിക്ഷിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു പുറത്തു തരണമെന്നും അവൻ നമ്മളോട് കരുണ കാണിക്കണമെന്നുമാണ് അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ കൊച്ചനുജന്മാർ, അനുജത്തിമാർ, വീട്ടിലെ മറ്റു കുട്ടികളൊക്കെ നമ്മളോട് എന്തെങ്കിലും കുസൃതി കാണിക്കുന്ന സമയത്ത് നമ്മളെന്തിനാ അവരോട് ദേഷ്യപ്പെടുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? പകരം അവരോട് കരുണ കാണിക്കല്ലേ വേണ്ടത്? അങ്ങനെ നമ്മുടെ കൂടെയുള്ളവരോട് കരുണ കാണിച്ചാൽ അള്ളാഹു നമ്മളോട് കരുണ കാണിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യം നേടുന്ന നല്ല കുട്ടികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തേൻമൊഴി.